മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡിന്റെ മുകളിൽ കയറി എത്തിയിരിക്കുകയാണ്. സെക്രട്ടറിയിലേക്ക് ചാടിക്കറാനുള്ള ശ്രമമാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തവണ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. ഈ ജലപീരങ്കിയുടെ സൈറൻ മുഴങ്ങുമ്പോൾ എല്ലാം തന്നെ പ്രവർത്തകർ തിരികെ കൂവി വിളിച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുകളിൽ കയറിയവർ താഴെ ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ ഒരു മധ്യവയസ്കയടക്കം ഈ ബാരിക്കേഡിന് മുകളിൽ കയറി ഇരുന്നുകൊണ്ട് പ്രതിഷേധിച്ചിരുന്നു. മന്ത്രി വീണ ജോർജ് രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് മഹിളാ കോൺഗ്രസ് അവരുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് തടയാൻ നേരത്തെ തന്നെ വലിയൊരു പോലീസ് സംഘത്തെ നിയോഗിച്ചിരുന്നു. ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യ വിളികളുമായിട്ട് ഇപ്പോഴും ഈ സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റിന് മുന്നിൽ തുടരുകയാണ്. പ്രതിഷേധ വിളികളുമായിട്ട് തുടരുകയാണ്. നന്ദഗോപാൽ, കോഴിക്കോട്ടെ പ്രതിഷേധവും ഇപ്പോഴും തുടരുകയാണോ? കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവര് പർപ്പസായിട്ട് അടിച്ചത് തന്നെയാണ്, ലാത്തി വെച്ച് പ്ലാൻ ചെയ്ത് അടിച്ചതാണ്. കാരണം സൈബർ ലോകത്ത് പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ ശക്തമായ സ്വരങ്ങൾ ഉയർത്തുന്ന ഒരു നേതാവാണ് ബിന്ദു ചന്ദ്രൻ. അതിനെതിരെയുള്ള ഒരു പ്രതികാരമാണ് പോലീസ് ഇന്ന് ബിന്ദുവിനോട്. DGPക്ക് വരെ ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. രാജ്യസഭ MP ആയ സംസ്ഥാനത്ത് പലയിടത്തായി മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും ഒക്കെ പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. കോഴിക്കോട്ടും തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമെല്ലാം വലിയ പ്രതിഷേധ പരിപാടികൾ അരങ്ങേറുന്നു. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചുവെങ്കിലും വഴങ്ങാതെ പലയിടത്തും സമരക്കാർ നിലയുറപ്പിക്കുകയാണ്.